വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഒരു ടെമ്പിൾ വിസിറ്റിന് പോകുന്നതാണ് കേട്ടോ ഗൈസ്. ടെമ്പിൾ വിസിറ്റ് പോണത് ഈ സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എപ്പോഴും ഇത് തന്നെയാണ് കേട്ടോ. അവിടെ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം കാണാം. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ആളെ കാണണോ ഗൈസ്? കാണണ്ടേ ഗൈസ്? കാണണോ? അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് കേട്ടോ ചോറ്റാനിക്കര അമ്പലത്തിലേക്ക് പോവുകയാണ്. രാവിലെ തന്നെ എഴുന്നേറ്റ് പോകണേണ് കേട്ടോ. നല്ല അടിപൊളി സൂര്യൻ ഇങ്ങനെ ഉദിച്ചിങ്ങനെ വരുന്ന ഒരു ഫീലൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പോൾ ഒരു റെഡിഷ് കളർ നമ്മളെ ഫേസിലേക്ക് അടിക്കുമ്പോൾ കിട്ടുന്ന ആ രാവിലത്തെ ആ ഒരു സീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണല്ലേ. അങ്ങനെ ഞങ്ങൾ ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ അടുത്തെത്തി ഗൈസ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും ഒരു ആനയുടെ പ്രതിമയൊക്കെ ഉണ്ടായിരുന്നു. ഹായ് ഗായ്സ്, അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് കേട്ടോ ഇന്ന് ചോറ്റാനിക്കര അമ്പലത്തിലേക്ക് പോവാണ്. അപ്പോൾ അമ്പലത്തിലേക്ക് പോണ വഴിയിൽ തന്നെ നമ്മുടെ സംഭവം അപ്പോൾ ഒരു ആനയെ കണ്ടപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ നിർത്തിയതാണ് കേട്ടോ. അമ്പലത്തിൽ ചെന്ന ഉടനെ രാവിലെ നല്ലൊരു കാഴ്ച കാണുന്നൊരു ഫീലാണല്ലേ ഈ ആനകളെയൊക്കെ കാണുമ്പോൾ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ. അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൻ്റെ സൈഡിലുള്ള പൂക്കടയും മുല്ലപ്പൂക്കടയൊക്കെ കണ്ട് നല്ലൊരു ആംബിയൻസിൽ അങ്ങ് നേരെ ഫ്രണ്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഗൈസ്. അവിടെ ചെന്നപ്പോൾ ഇടയ്ക്ക് സൂര്യൻ്റെ രശ്മി ഇങ്ങനെ ഒരു ഗോൾഡൻ കളറായിട്ടും ഞങ്ങളുടെ മുഖത്തേക്ക് അടിക്കുമായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അകത്തേക്ക് കയറുവാണ് കേട്ടോ ഗൈസ്. അവിടെ ചെന്നപ്പോൾ പ്രാവിൻ കൂട്ടങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. രാവിലത്തെ ആ ഒരു അമ്പലത്തിൻ്റെ ആ ഒരു ഫ്രണ്ട് കാണാൻ തന്നെ നല്ലൊരു ചന്തമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ താഴെ കീഴ്ക്കാവിലൊക്കെ പോയി കയറി വന്നപ്പോഴേക്കും നട തുറക്കാനുള്ള ഏകദേശം സമയം പോലും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. 8 മണിക്കായിരുന്നു സമയം. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും 7 മണിക്കേ ഞങ്ങളവിടെ എത്തി. ഞങ്ങൾ ചെന്ന ഉടനെ തന്നെ നട അടച്ചിട്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ നട തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ നട തുറക്കുന്ന സമയത്ത് ഈ പാട്ടൊക്കെ കേട്ടിരിക്കാൻ തന്നെ ഒരു സുഖമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും അവളും കൂടി അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ നട തുറക്കാൻ വേണ്ടി. 8 മണിക്കാണ് നട തുറക്കുന്നത്. നട തുറക്കുമ്പോൾ എല്ലാ ക്യൂ ആണ് കേട്ടോ ഗൈസ് ഈ കാണുന്നത്. നല്ല ക്യൂ ഉണ്ടായിരുന്നു. ഇന്നൊരു സാറ്റർഡേ ആയിരുന്നു, അതുകൊണ്ട് തന്നെ മുടക്കുള്ള ദിവസം ഇതുകൊണ്ടായിരിക്കാം നല്ല തിരക്കായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങളവിടെ കുറേ നേരം ആ ഒരു മ്യൂസിക്കൊക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ അടിപൊളിയായിട്ട് നിന്നു കേട്ടോ ഗൈസ്. അമ്പലത്തിൽ കയറി തൊഴുതിറങ്ങി. എന്താ പ്രാർത്ഥിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അമ്പലത്തിൽ കയറി തൊഴുത് ഇറങ്ങിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇറങ്ങിയേക്കാണ് കേട്ടോ. ഇങ്ങോട്ടേക്ക് പോകണമെങ്കിൽ മസ്റ്റാണല്ലോ വീട്ടിൽ പോകണം. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആര്യാസിലാണ് കയറിയിരിക്കുന്നത്. ആര്യാസ് കയറിയിട്ട് ഞാനൊരു നെയ് റോസ്റ്റാണ് എപ്പോഴും ഇഷ്ടം. എവിടെ പോയിരുന്നേ നെയ് റോസ്റ്റാണ് കഴിക്കുന്നത്. പിന്നെ നീ എന്താ ഓർഡർ ചെയ്ത? അവള് മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും വെയിറ്റിംഗ് ആണെങ്കിൽ തന്നെ ഗ്യാസ് കയറും. അതെ, രാവിലെ തന്നെ ഗ്യാസ് കയറുന്നത് ഞാനില്ല. അപ്പം ഭയങ്കര തിരക്കാണ് കേട്ടോ ഓൾറെഡി. കാരണം അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഇവിടെയും നല്ല തിരക്കാണ്. അപ്പോൾ ഇനി ഫുഡൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോകും ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ അമ്പലത്തിൻ്റെ അടുത്തുള്ള ആര്യാസിലാണ് കേട്ടോ കയറിയത്. ആര്യാസിൽ കയറിയപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഞാനും അവളും കൂടി ഓരോ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അമ്പലത്തിൽ വന്നാൽ ഫുഡടി മസ്റ്റാണല്ലോ ഗൈസ്. അതുപോലെ തന്നെ ഇപ്പോഴും അങ്ങനത്തെ നമ്മൾ പറഞ്ഞ സാധനങ്ങളൊക്കെ എത്തിയിട്ടാണ് ഗൈസ്. അങ്ങനെ അതൊക്കെ വേഗം കഴിച്ചിട്ട് വേഗം വീട്ടിൽ പോയിട്ട് വേണം കേട്ടോ വർക്കിന് പോകാൻ വേണ്ടി. കുട്ടിയുള്ള ദിവസമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം വർക്കിന് പോകാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എല്ലാം. അപ്പോൾ താങ്ക് യു ഗായ്സ്.